म्यूजिक धमाका। Only on Radio Media Village. 90.8 റേഡിയോ മീഡിയ വില്ലേജ് ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മ്യൂസിക് ധമാക്ക സീനിയർ സീസൺ 6 സെമി ഫൈനലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഇപ്പോൾ പാടാനായിട്ട് എത്തിയിരിക്കുന്നത് ബിനു MP. നന്നായിട്ട് പാടുക. ഓൾ ദ വെരി ബെസ്റ്റ്. പ്രഭദവനം വീണ്ടും ഋതുരാഗം ചൂടി. പ്രഭദവനം വീണ്ടും ഋതുരാഗം ചൂടി. ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലി കൈക്കുമ്പിൽ നിറയുമ്പോൾ എന്നും പ്രഭദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി കണവായി ഞാൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി കണവായി ഞാൻ. കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനകിരീടമിതണിയുമ്പോ ഇന്നിതാ പ്രഭദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകി ഞാൻ. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകി ഞാൻ.
തഴുകിയ മുരളിയിലൊരു യുഗസംക്രമ ഗീതയുണർത്തുമ്പോ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിതിടലിൽ കൈക്കൊമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. കലാകാരന്മാര് എന്ത് വലിയ ജോലിയാണ് അല്ലെ എന്ത് ചെറിയ ജോലി ചെയ്തെന്ന് പറഞ്ഞാലും കലാരംഗത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇരു കൈ നീട്ടി അവർ സ്വീകരിക്കുന്നു പറയാറുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു പരിപാടിക്ക് പോകേണ്ടിയല്ല, അല്ലെങ്കിൽ മ്യൂസിക് തന്നെ ജേർണിയാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് ചോദിക്കാം. ജഡ്ജസിലേക്ക് പോവാം. അനിൽ സാർ. ഹലോ ബിനു. ബിനു MP അല്ലേ? ഓക്കെ. ബിനുവിൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളും ജീവിതത്തിൻ്റെ ശൈലിയും ജീവിതത്തിൻ്റെ പിന്നെ യാത്രയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി. അദ്ദേഹത്തെ പറ്റി നല്ലൊരു ഹാർഡ് വർക്കറാണ്, നല്ലപോലെ പിന്നെ കുടുംബം പുലരാനായിട്ട് നല്ലപോലെ ജോലി ചെയ്യുന്നു. അതോടൊപ്പം സംഗീതം ഒരു വലിയ പാഷനായിട്ട് മാറ്റിയിരിക്കുന്നു അല്ലേ? ഓക്കെ, വെരി ഗുഡ് കേട്ടോ. എനിക്ക് തോന്നുന്നേ ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ അല്ലേ, ട്രെയിനിങ് ഒന്നും ഇല്ലാതെ വലിയ മഹാൻ പാടിയ പാട്ടാണ് ദാസേട്ടൻ. യഥാർത്ഥത്തിൽ സംഗീത ചക്രവർത്തി അല്ലേ, പാട്ടിൻ്റെ രാജാവായിട്ടുള്ള ആള്. അദ്ദേഹം പാടിയ പാട്ട് രവീന്ദ്ര മാഷിൻ്റെ വളരെ കൈതപ്പുറം സാറിൻ്റെയൊക്കെ അവരുടെ രണ്ടുപേരുടെയും കൂടെ ഉള്ള വർക്ക് ദാസേട്ടൻ വളരെ മനോഹരമായിട്ട് പാടി. ഈ രാഗം ഏതാണെന്നറിയോ പാട്ടിൻ്റെ? അതൊന്നും അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. ഈ ഒരു റയർ അതുവരെ അധികം പേര് വലുതായിട്ട് ഉപയോഗിക്കാത്ത ഒരു രാഗം രവീന്ദ്ര മാഷ് ജോഗ് എന്ന് പറഞ്ഞ ഒരു രാഗമാണ്. ജോഗ് ഹിസൈനസ് അബ്ദുള്ളക്കകത്ത് അദ്ദേഹം അത് മനോഹരമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഈ പാട്ട് പാടുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ പാട്ടിന് ഒരു സാഡ് ഫീലുണ്ട് അല്ലേ? അത് സത്യം പറഞ്ഞാൽ ഒരു സങ്കടം തോന്നും അല്ലേ? ഒരു ഭയങ്കര അദ്ദേഹം ആദ്യത്തെ ഹമ്മിങ് ഒക്കെ പാടിയപ്പോഴേ താങ്കളുടെ ആ ഒരു ജീവിതത്തിൻ്റെ ശൈലിയും കൂടെ കേട്ടപ്പോൾ ഭയങ്കര ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചപ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്ത് ഭയങ്കര രസമായിട്ട് നല്ല ശ്രുതി സുഖമായിട്ട് പാടിയിട്ടുണ്ട്. നല്ല വോയിസ്, നല്ല ഡെപ്തുള്ള വോയിസ്, നല്ല ഘനമുള്ള വോയിസ്. ഒരു സംഗീതം എന്നുള്ള വലിയൊരു ഗിഫ്റ്റ്, ഒരു ടാലൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ബ്യൂട്ടിഫുൾ, വെൽ ഡൺ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ ആന്റണി സാർ. അപ്പോൾ നമുക്ക് നേരെ ജിജൻ സാറിലേക്ക് പോകാം. സാർ. ബിനു അല്ലേ? അതെ സാർ. ബിനു നല്ലൊരു ശബ്ദത്തിന് ഉടമയാണ്. ഒന്നാമത്തെ കാര്യം അതാണ് വളരെ പ്രധാനപ്പെട്ട. നമുക്ക് പ്രമദവനം എന്നൊരു പാട്ട് നമ്മൾക്ക് സെലക്ഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പാടി കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആ വോയിസ് അതുമായി പെട്ടെന്ന് ശ്രദ്ധിക്കും. അത് നന്നായിട്ട് ചേരുന്നത് നല്ല ഒരു സെലക്ഷനാണ് ചെയ്തത് പ്രമദവനത്തിനോട്. ഇപ്പം സാറ് ഹമ്മിങ് കഴിഞ്ഞപ്പോൾ തന്നെ സാർ അഭിപ്രായം പറഞ്ഞു. നല്ല ലയം, പാട്ടിന് നല്ല ലയം. ഒരു എല്ലാവരും ഒത്തിരി പേര് ഹമ്മിങ്ങുകൾ അല്ല പ്രമദവനം പാടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത്ര ലയം കിട്ടാറില്ല. ഇപ്പം സംഗീതം പഠിച്ചിട്ടില്ല എങ്കിൽ പോലും മനസ്സിനുള്ളിൽ ജീവിതത്തിൽ ആ സംഗീതം ഉണ്ട്. വളരെ ടെക്നിക്കാലിറ്റി ഒന്നും പറയാനില്ല. നല്ല വോയിസ് റേഞ്ച് വളരെ ഹൈ ഒക്കെ വളരെ ഈസി ആയിട്ട് പാടി, നല്ല കോൺഫിഡൻസ് ആയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ നന്നായിട്ട് പോട്ടെ കേട്ടോ. സൂപ്പർ. ആ വോയിസുമായിട്ട് നല്ല മാച്ചിങ് ആണ് പ്രത്യേകിച്ച്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ബിനു MP ആണ് സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഇപ്പോൾ പാട്ട് പാടിയത്. ഒരുപാട് സന്തോഷം. ഇനി ഉയരങ്ങളിലെത്തിയത് നമ്മളോടൊപ്പം ഈ യാത്രയിൽ അവസാനം വരെ ഉണ്ടാവട്ടെ. തീർച്ചയായും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.